കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കുപ്രസിദ്ധമായ ഗതാഗതക്കുരുക്കാണ് അങ്ങാടിപ്പുറത്തുള്ളത്. അങ്ങാടിപ്പുറത്തെ വീതി കുറഞ്ഞ മേൽപ്പാലമൊക്കെ ഈ ഒരു ഗതാഗതക്കുരുക്കിന് പരിഹാരം ഉണ്ടാക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ശാശ്വതമായിട്ട് ഒരു പ്രശ്നപരിഹാരമായി കാണുന്നത് ഓരാടം പാലം മാനത്തമംഗലം ബൈപ്പാസാണ്. കുറേ വർഷമായി ഈ ബൈപ്പാസിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട് പല സർക്കാരുകൾ വന്നു. പക്ഷേ അവരാരും തന്നെ ഈ ബൈപ്പാസിന് പ്രഖ്യാപനമല്ലാതെ മറ്റൊന്നും നൽകുന്നില്ല. ഇത്തവണ വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. നമ്മോടൊപ്പം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഇവിടുത്തെ സാധാരണക്കാരൊക്കെ ചേരുന്നുണ്ട്. അമീർക്ക, നമ്മൾ എല്ലാ തവണയും പറയുന്നതാണ് ഈ പ്രഖ്യാപനത്തിന് അപ്പുറത്തേക്ക് ഒന്നും നടക്കുന്നില്ല ഈ ബൈപ്പാസിന്റെ കാര്യത്തിൽ എന്നുള്ളത്. എന്താണ് പ്രതീക്ഷയുണ്ടോ ഇത്തവണത്തെ ബജറ്റിൽ? ഈ സർക്കാരിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ 10 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ഈ ഒരു അങ്ങാടിപ്പുറംകാരുടെ മാത്രം പ്രശ്നമല്ല ഇത്. ഈ ജില്ലയിലെ അല്ലെങ്കിൽ ഈ ഒരു മലബാർ മേഖലയിലെ ഏറ്റവും വലിയ ഒരു ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നത് വലിയ ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ എല്ലാം കൊണ്ടും അനുകൂലമാണ്. 2 MLA-മാർ അതോടൊപ്പം തന്നെ ആ MLA-മാർ പിന്തുണക്കുന്ന ഒരു സർക്കാർ ഇവിടെ കേരളത്തിൽ അധികാരത്തിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ബജറ്റിന് മറ്റൊരു പ്രത്യേകതയുള്ളത് ഇതൊരു സമ്പൂർണ്ണ ബജറ്റല്ല. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ LDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൻ്റെ ചില മാറ്റത്തിരുത്തലുകൾ മാത്രമുള്ളൊരു ബജറ്റായിട്ടാണ് എന്നാണ് സാങ്കേതികമായി നമ്മളൊക്കെ അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ എല്ലാ കാലത്തും ഇപ്പോൾ 10-15 വർഷമായുള്ള എല്ലാ ബജറ്റുകളിലും വരുന്ന ഒരു പരാമർശമാണ് ഈ ഒരു ബൈപ്പാസ് എന്ന് പറയുന്നത്. ആ ബൈപ്പാസിന് ബജറ്റിൽ പരാമർശത്തേക്കാൾ കൂടുതൽ ഗവൺമെൻറ് പണം നീക്കിവെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രശ്നമായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് നമ്മൾ കാണുന്നത്. ബജറ്റിൽ പ്രഖ്യാപിക്കുകയല്ല, പണം നീക്കി വെക്കുകയാണ് വേണ്ടത്. അതായത് അത് സ്വാഭാവികമായിട്ടും ബജറ്റിൻ്റെ ചർച്ചകളിലുമൊക്കെ ബജറ്റിൽ ഇപ്പോൾ ഒരു പ്രഖ്യാപനം പോലെ വന്നില്ലെങ്കിലും ഇനി അതിൻ്റെ പേരിൽ ഒരു വിമർശനം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അത് നിയമസഭയിൽ അതിൻ്റെ ഒരു ഇതുണ്ടാകുമ്പോൾ ഈ ഭാഗത്തുള്ള MLA-മാരെല്ലാവരും കൂടി അതിന് ശക്തമായ സമ്മർദ്ദം ചെലുത്തും. ആ സമ്മർദ്ദം ചെലുത്തുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിന് അനുകൂലമായ പ്രതികരണം ഉണ്ടാകും. ഇതിപ്പോ UDF-ന്റെ വലിയ പ്രതീക്ഷയാണല്ലോ ഈ കാര്യത്തിലുള്ളത്. കാരണം മഞ്ഞളാംകുഴിയിലെ ആണെങ്കിലും നജീബ് കാന്തപുരം ആണെങ്കിലും UDF നേതാക്കളൊക്കെ പറയുന്നത് LDF സർക്കാർ പണം കൊടുക്കാത്തതുകൊണ്ടാണ് അത് യാഥാർത്ഥ്യമാകുന്നതാണ്. അപ്പോൾ UDF-ന്റെ സർക്കാരായി, അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർക്ക് കുറച്ചും കൂടി ഇതിലൊരു പ്രതീക്ഷ ഉണ്ടാവുമോ? അല്ല, UDF-ന്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതോടുകൂടി ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. മങ്കട നിയോജക മണ്ഡലത്തിലെയും പെരിന്തൽമണ്ണയിലെയും ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും നാട്ടുകാരും ജനങ്ങൾ ഒന്നടങ്കം വലിയ പ്രതീക്ഷയിലാണ്. ഈ ഓരടം പാലം മാനത്തുമംഗലം ബൈപ്പാസും അതുപോലെ തന്നെ ഓരടം പാലം വൈലോങ്ങര ബൈപ്പാസും ഒരു തർക്കവും ഇല്ല, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനമാണ്. അതാണ് ഇതിന് പറയാനുള്ളത്. ഇപ്രാവശ്യം യാഥാർത്ഥ്യമാവും, ബൈപ്പാസ് യാഥാർത്ഥ്യമായിരിക്കും, സംശയ കാര്യത്തിലില്ല. എല്ലാ തവണയും നമ്മൾ പ്രതീക്ഷയോടെ നിൽക്കുന്നു, പക്ഷേ ബജറ്റിൽ വരാതെ നിരാശരാകുന്നു. അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ഈ സർക്കാരിൽ എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. ഈ മാനത്തമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാകും. അതുതന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ. അത് സംഭവിച്ചിരിക്കും. ഇപ്പോൾ ഗതാഗതക്കുരുക്കിന് ഇത് മാത്രമല്ല ഒരു പരിഹാരമുള്ളൂ. ഈ അങ്ങാടിപ്പുറം പ്രദേശത്തുള്ള ജനങ്ങളെ ഇത്രയും കാലം ബുദ്ധിമുട്ടിച്ചു, ഇനിയും ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ മഞ്ഞളാംകുഴിയിലെ MLA ഇപ്പോഴത്തെ സർക്കാരിൻ്റെ എല്ലാവിധ അവസരങ്ങളും മുതലെടുത്ത് ഞങ്ങൾക്കൊരു ബൈപ്പാസ് ഉണ്ടാവും. ഈ പ്രദേശം വളരെ കഷ്ടത്തിലാണ്. വ്യാപാരികളായാലും മറ്റ് പ്രയാസപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇനിയും കഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങാടിപ്പുറത്ത് 25 വർഷമായിട്ടുള്ള റോഡ് തന്നെയാണ് ഇന്നും. മാറി മാറി വരുന്ന സർക്കാരുകൾ പലവിധ വാഗ്ദാനങ്ങളും നൽകി ജനങ്ങളോട് പറയുക, ബൈപ്പാസ് വന്നു, ഒരടം പാലം ബൈപ്പാസ് വന്നു, വൈലോങ്ങര ബൈപ്പാസ് വന്നു എന്നല്ലാതെ ഞങ്ങളൊക്കെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ഒരു കസ്റ്റമർക്ക് വരാൻ കഴിയില്ല, ഒരു വണ്ടി നിർത്താൻ കഴിയില്ല. ഈ ബ്ലോക്ക് കാരണം നിങ്ങൾ തന്നെ ഒരു 3 കിലോമീറ്റർ ഓടണമെങ്കിൽ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഒരു ഹോസ്പിറ്റൽ സിറ്റി എന്ന് പറയുന്ന പെരിന്തൽമണ്ണയൊക്കെ പോകുന്നത് എത്ര ആൾക്കാർ മരിച്ചിട്ടുള്ളതിൻ്റെ ഇടയിൽ ഈ ബ്ലോക്കിൽ പെട്ടിട്ട്. ഇനിയെങ്കിലും ഇപ്പോൾ ഒരു കറക്റ്റ് ഭരണം വന്നിക്കണമെന്നാണ് അവർ പറയുന്നത്, ഈ രാഷ്ട്രീയക്കാർ. ഇനിയെങ്കിലും അതൊന്ന് കണ്ണ് തുറന്ന് എത്ര ടാക്സാണ് വർഷത്തിൽ ഈ ഓരോ കമ്പനികളും ഒരു മാസത്തിൽ 50-100 വണ്ടി വെച്ചിട്ട് റോഡിൽ ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ടാക്സ് വെച്ചിട്ടെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു റോഡ്, അങ്ങാടിപ്പുറത്തുകാർക്ക് ഒരു സമാധാനമായിട്ട് യാത്ര ചെയ്യാനൊരു സൗകര്യം ഇനിയെങ്കിലും തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുന്നത്. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി നാളത്തെ ബഡ്ജറ്റിൽ, നിർദ്ദിഷ്ട ബഡ്ജറ്റിൽ ടോക്കൺ മണി ഉണ്ടാവുമെന്നാണ് അങ്ങാടിപ്പുറത്തുകാർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ടോക്കൺ മണി പ്രതീക്ഷിക്കുന്നു. അഡ്വാൻസായി
ഒരടംപാലത്ത് പൂർത്തീകരിക്കുന്നതിനുള്ള പദ്ധതി ഈ വി.ഡി. സതീശൻ സർക്കാർ പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ പ്രഖ്യാപനമൊക്കെ കുറെ കാലം മുമ്പാണ് 2010 അങ്ങ് അല്ലേ? അപ്പോൾ അന്നത്തെ അലൈൻമെന്റ് ഇന്നത്തെ അലൈൻമെന്റ് ഒക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്ന സാഹചര്യം വരില്ലേ? അതൊക്കെ ചെലവ് കൂട്ടില്ലേ? സാധ്യത ഉണ്ട്. കാരണം അത് ഇപ്പോൾ ഇനി അതിൻ്റെ നല്ലൊരു എമൗണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ കൂടുതൽ ചർച്ചകളിലേക്ക് വരും. കാരണം 2010 ഉണ്ടായിരുന്ന അലൈൻമെൻറ്റിൻ്റെ ആ സ്ഥലത്ത് തന്നെ ചിലപ്പോൾ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ വരാൻ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. ഈ ബൈപ്പാസ് ചെന്ന് ഇറങ്ങുന്ന സ്ഥലങ്ങളിലെ കൺജക്ഷനെ കുറിച്ച് പഠനം നടത്തേണ്ടതുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ള ഒരു സംഗതിയാണ്. അടിയന്തരമായി ഇപ്പോൾ ഈ വൈലോങ്ങര ഒറാടംപാലം എല്ലാ സംവിധാനങ്ങളും തീർന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കൃഷി വകുപ്പിൻ്റെ മാത്രം ഒരു ചെറിയ പ്രയാസം കൊണ്ട് ബാക്കി ഇവർക്ക് ഉടമസ്ഥർക്ക് പണം നൽകാൻ കഴിയാതെ വരികയും സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അത് അടിയന്തരമായി മന്ത്രിസഭ പരിഗണിച്ചുകൊണ്ട് അതിന് സ്പെഷ്യൽ ഓർഡർ ഇറക്കി അവർക്ക് പണം നൽകി ആ അലൈൻമെൻറ്റ് പൂർത്തിയാക്കി അവിടെ ഒരു വർക്ക് നടത്തിയാൽ വെറും 1 കിലോമീറ്ററിന് താഴെ മാത്രം ദൂരമുള്ള ഒരു ബൈപ്പാസാണ്. അതുകൊണ്ട് തന്നെ അങ്ങാടിപ്പുറം തളിക്ഷേത്രം ജംഗ്ഷനിലുള്ള കൺജക്ഷൻ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബൈപ്പാസ് സർക്കിൾ ആയിരിക്കും, വൺ വേ സിസ്റ്റം നമ്മൾ അങ്ങാടിപ്പുറത്ത് കൊണ്ടുവരാൻ കഴിയും. അതുവഴി അങ്ങാടിപ്പുറത്തെ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന കുരുക്ക് ഒഴിവാക്കാൻ കഴിയും. അത് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട വിഷയമാണ്. മറ്റേതും അടിയന്തരം തന്നെയാണ്, വേണ്ടെന്നല്ല. പക്ഷെ എങ്കിലും അതിന്റെ സമയം എടുക്കുമല്ലോ. ഏത് ഞാൻ എൻ്റെ ഒരു മനസ്സിൽ കാണുന്നത് ഇപ്പൊ മാനത്തമംഗലം ഒറാടംപാലം ബൈപ്പാസിന് ചുരുങ്ങിയത് 500 കോടി രൂപയെങ്കിലും വേണ്ടിവരും. കാരണം എല്ലാവർക്കും ഒരേ അലൈൻമെന്റ് പോകുന്ന സ്ഥലം കംപ്ലീറ്റ് പാടമാണ്. ആ പാടം കെട്ടി ഉയർത്തിയിട്ടാണെങ്കിലും പില്ലറിൽ വെച്ച് ചെയ്യുകയാണെങ്കിലും അതിനനുസരിച്ചുള്ള പണം നീക്കി വെക്കേണ്ടതായിട്ട് വരും. മറ്റേത് കുറച്ചും കൂടി കുറവായിട്ടാണ് വരിക. ആകെ ഈ 1 കിലോമീറ്ററിൻ്റെ ഇതല്ലേ വരുള്ളൂ. മറ്റേത് ഏകദേശം 4-4 കിലോമീറ്റർ ദൂരം വരുന്നതാണ്. അത്രയും സ്ഥലമെടുപ്പ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ഇതിനൊക്കെ ഉണ്ടാകുന്നൊരു ചിലവ് ഭയങ്കരമായിരിക്കും. അത്രയും ഒരു വലിയ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംഗതിയല്ല ഒറാടംപാലം വൈലോങ്ങര ബൈപ്പാസ്. ധനവകുപ്പ് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. ചെലവ് ആലോചിച്ച് മുഖ്യമന്ത്രി ഒരു പച്ചക്കൊടി വീശാതിരിക്കുമോ? അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനകീയനായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇവിടത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ഈ സംരംഭത്തിന് 100% പച്ചക്കൊടി വീശും എന്ന കാര്യത്തിൽ ഒരു തർക്കം ആർക്കും വേണ്ട. പെരിന്തൽമണ്ണയിൽ വന്നപ്പോൾ അദ്ദേഹം അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പൊ പല ആളുകളും പറയുന്നത് നാളത്തെ ബജറ്റിനെ കുറിച്ചാണ്. നാളത്തെ ബജറ്റ് എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ വി.ഡി. സതീശൻ സർക്കാരിന്റെ ഒരു സമ്പൂർണ്ണ ബജറ്റ് അല്ല. ആ ബജറ്റ് മാർച്ച് മാസത്തിലാണ് വരിക. ആ മാർച്ച് മാസത്തിൽ ഇതിനകത്ത് കൃത്യമായ ഉണ്ടാവും. അല്ലല്ല, ഞങ്ങൾ പറഞ്ഞത് നാളെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ബജറ്റിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തുക, കഴിഞ്ഞ സർക്കാർ വെച്ചിട്ടുള്ള ഫണ്ടുകളിൽ അല്ലറ ചില്ലറ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് നാളത്തെ ബജറ്റിന്റെ ഉദ്ദേശം. അത് മാത്രമാണ് നാളെ നടക്കുക. അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതേപോലെയാണ് സംഭവിച്ചത്. ഇനി അടുത്ത ബജറ്റ് നാളെ ഇതിനുള്ളൊരു തുടക്കം ഞങ്ങളുടെ സർക്കാർ കുറിക്കുന്നത് തന്നെയാണ്. എന്നാണെങ്കിലും ഈ നാട് ഒന്നാകെ പ്രതീക്ഷയിലാണ്. കാരണം ഇവിടെ എല്ലാവരുടെയും ആവശ്യമാണ് ഇത്തരത്തിലൊരു ബൈപ്പാസ് എന്നത്. പക്ഷെ വലിയ ചെലവുള്ളതാണ്, ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മറികടക്കാനുള്ള ഇച്ഛാശക്തി വി.ഡി. സതീശൻ സർക്കാരിന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഈ നാടിന് ഒന്നാകെയുള്ളത്. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.